എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ വാല്യുവേഷൻ ഫെബ്രുവരി മാസം 4-ാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ള വളരെ സുപ്രധാനമായ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടുകൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷയുടെ റിസൾട്ട് സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമായി തുടങ്ങും. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദം ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിനെ വീഡിയോയിലേക്ക് പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 1-ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ ജനുവരി മാസം 1-ാം തീയതി മുതലായിരുന്നു പരീക്ഷ നടന്നത്. ഫെബ്രുവരി മാസം 4-ാം തീയതി മുതൽ വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഈ ആഴ്ചയോടെ തന്നെ സർവകലാശാല വാല്യുവേഷൻ ഉൾപ്പെടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത ആഴ്ചയോടുകൂടി തന്നെ റിസൾട്ട് സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാകും. അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം. ഇതിനായി നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ പ്രവേശിച്ച ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ പരീക്ഷാ ഭവൻ എന്നൊരു സെൻറ്റർ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. പരീക്ഷാ ഭവൻ്റെ അതിലേക്കൊന്ന് കയറി കഴിഞ്ഞാൽ വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ റിസൾട്ട്സ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. ആ എക്സാമിനേഷൻ റിസൾട്ട്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾ കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് CUCSS ഫസ്റ്റ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം 2019-2023 അഡ്മിഷൻ ഓൺവേർഡ്സ് റിസൾട്ട്സ് പബ്ലിഷ്ഡ്. CUCSS ഫസ്റ്റ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം 2019-2023 അഡ്മിഷൻ ഓൺവേർഡ്സ് റിസൾട്ട്സ് പബ്ലിഷ്ഡ്. ആ ലിങ്കിലൊന്ന് ക്ലിക്കും കൂടി ചെയ്യുക. വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റും കൂടി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകുന്നതായിരിക്കും. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, റിസൾട്ട് വരുമ്പോൾ മോഡറേഷൻ ലഭിക്കുമോ എന്നുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 1-ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ മോഡറേഷൻ ഉണ്ടാകുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ പല വിഷയങ്ങളിൽ നമ്മൾ എഴുതിയെടുക്കുന്ന മാർക്ക് ചിലപ്പോൾ പാസ് മാർക്കിനുള്ള മാർക്ക് നമുക്ക് ലഭിക്കണമില്ല. പല വിഷയങ്ങളിൽ നമ്മൾ പരീക്ഷ എഴുതി കഴിയുമ്പോൾ റിട്ടേൺ എക്സാമിൽ നമുക്ക് ജയിക്കാനുള്ള മാർക്ക് ലഭിച്ചു എന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ പല വിദ്യാർത്ഥികൾക്കും മോഡറേഷൻ വഴി ജയം സാധിക്കുന്നതായിരിക്കും, ജയിക്കാൻ മോഡറേഷൻ വഴി പാസ്സാകുന്നതായിരിക്കും. അപ്പോൾ ഇത്തവണ മോഡറേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ മോഡറേഷൻ കൊടുക്കാറില്ല എന്ന് തന്നെയാണ് അന്ന് 3-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ കാര്യം എടുത്തപ്പോൾ ഒരു വിദ്യാർത്ഥി ചോദിച്ചതിനെ തുടർന്ന് നമ്മളത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഒരു പരീക്ഷയ്ക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മോഡറേഷൻ കൊടുക്കാറില്ല എന്ന് തന്നെയാണ് നമ്മളോട് അവർ വ്യക്തമാക്കിയത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മോഡറേഷൻ ഉണ്ടാവില്ല. വിദ്യാർത്ഥികൾ ജയിക്കാനുള്ള മാർക്ക് എഴുതിയെടുക്കുക തന്നെ വേണ്ടിവരും. മോഡറേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായിരുന്നു. കാരണം പല വിഷയങ്ങളിൽ റിട്ടേൺ എക്സാമിൽ ഫെയിലായി പോവുകയും റിട്ടേൺ എക്സാമിൻ്റെ മാർക്കിൽ ഫെയിലാകുകയും എന്നാൽ മോഡറേഷൻ ലഭിക്കുമ്പോൾ പല വിദ്യാർത്ഥികളും ജയിച്ചു പോകുന്ന ചില സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മോഡറേഷൻ വഴി ജയിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായും എന്തായാലും ശരി, റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് അടുത്ത ആഴ്ചയോടെ തന്നെ ലഭ്യമാകും. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.